നിരവധി ആളുകളാണ് ഇന്ന് US പോകാൻ കാത്തിരിക്കുന്നത്. എന്നാൽ US എന്ന് പറയുന്നത് എല്ലാവർക്കും എത്തിപ്പെടാൻ പറ്റുന്ന ഒരു രാജ്യമാണോ? കാരണം ഇന്ന് അവിടെ നിൽക്കുന്ന ഇന്ത്യക്കാർ വരെ നേരിടുന്നത് നിരവധി പ്രതിസന്ധികളാണ്. ഇപ്പോൾ അടുത്തിടെ ട്രംപ് ഭരണകൂടം H1B വിസയിൽ വലിയ തോതിലുള്ള ഫീസ് ഏർപ്പെടുത്തിയിട്ടുണ്ട്. അത് കോടതിയിൽ പോകുകയും കോടതി സ്റ്റേ ചെയ്യുകയും ചെയ്തു. ട്രംപും കോടതിയും തമ്മിൽ ഇത്തരം സംഘർഷങ്ങൾ നടക്കുന്ന സാഹചര്യത്തിൽ ഇന്ത്യക്കാർക്ക് ഇനി US പോകുക അല്ലെങ്കിൽ US സ്വപ്നം കാണുന്നത് സാധ്യമാണോ എന്നതിനെ കുറിച്ചാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത്. സന്ദീപ് ഏട്ടാ, നമുക്ക് എല്ലാവർക്കും അറിയാം US വർക്ക് ചെയ്യാനായിട്ട് നിരവധി ആളുകളും ഉപയോഗിക്കുന്ന ഒരു വിസയാണ് H1B വിസ. ഈ H1B വിസയുടെ ഒരു ചരിത്രം നോക്കുകയാണെങ്കിൽ US കമ്പനികളിൽ ആളുകളില്ലെങ്കിൽ വിദേശ രാജ്യങ്ങളിൽ നിന്നും അതും സ്കിൽഡ് ആയിട്ടുള്ള ആളുകളെ കൊണ്ടുവരാൻ അനുവദിക്കുന്ന ഒരു വിസ പ്രോഗ്രാമാണ് H1B വിസ. ഇത് 1990 രൂപകൽപ്പന ചെയ്തതാണ്. എന്നാൽ ട്രംപ് ഭരണകൂടം പറയുന്നത് ഇന്ന് ഈ H1B വിസയുടെ മേൽ നടക്കുന്നത് കടുത്ത ദുരുപയോഗമാണെന്നാണ്. അതായത് സ്കിൽഡ് ആയിട്ടുള്ള ആളുകളല്ല വരുന്നത്, മറിച്ച് കുടിയേറ്റം ലക്ഷ്യം വെച്ച് അല്ലെങ്കിൽ US മണ്ണിൽ സ്ഥിരതാമസമാക്കുക എന്ന് വെച്ച് ഉള്ള ആളുകളാണ് വരുന്നത്. അതുപോലെ US പല കമ്പനികളും ഈ വിസയെ ദുരുപയോഗം ചെയ്യുന്നുണ്ട്. അവർ അവരുടെ കമ്പനികൾക്ക് കുറഞ്ഞ തുകയ്ക്ക് ആളിനെ ജോലിക്ക് എടുക്കാൻ വേണ്ടിയിട്ട് ഈ H1B വിസ ദുരുപയോഗം ചെയ്യുന്നു എന്ന് പറയുന്നുണ്ട്. ഇതിന്റെ ഭാഗമായിട്ട് ട്രംപ് ഭരണകൂടം അതായത് H1B വിസ അപേക്ഷ പ്രോസസ്സിംഗ് ഫീസ് അല്ല, അതിന് എക്സ്ട്രാ ആയിട്ട് ഒരു $1 ലക്ഷം ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഇപ്പോൾ അതാണ് US ചർച്ചയാകുന്നത്. അതായത് പല കമ്പനികളും ആളെ എടുക്കുന്നില്ല. ഇതൊരു വലിയ പ്രതിസന്ധി തന്നെയാണ് US ഉണ്ടാക്കിയിരിക്കുന്നത്. കാരണം $1 ലക്ഷം എന്ന് പറഞ്ഞാൽ അതൊരു വലിയ തുകയാണ്. അപ്പം ഇനിയും ഇന്ത്യക്കാരായുള്ള ആളുകൾ അല്ലെങ്കിൽ നമ്മൾ മലയാളികൾ US സ്വപ്നം കാണണം. മലയാളികൾ US സ്വപ്നം കാണണമെന്നുള്ള വല്ലാത്തൊരു ചോദ്യമാണ്. കാരണം നമ്മുടെ കയ്യിലതിന് ഒരു കൃത്യമായിട്ടുള്ള ഉത്തരം ഇപ്പോൾ പറയാനില്ല. കാരണം കോർട്ട് ഓർഡർ ഇപ്പോൾ ഡിസ്ട്രിക്ട് കോർട്ട് ഓർഡറുകളാണ്. ഇപ്പോൾ 2 ഓർഡറാണ് വന്നത്, 2 ഡിസ്ട്രിക്ട് കോർട്ടുകളിലാണ്. ഇനി ഇതിൻ്റെ മേൽക്കോടതി ഉണ്ട്, അത് കഴിഞ്ഞാൽ പിന്നെ സുപ്രീം കോർട്ട്, ഇങ്ങനെയാണുള്ളത്. അപ്പോൾ ഈ കോർട്ട് ഓർഡറുകൾ ഇപ്പോൾ ഏറ്റവും ഒടുവിൽ വന്നിട്ടുള്ള കോർട്ട് ഓർഡർ കുറച്ചൊരു സമാധാനം തരുന്നതാണ്. പക്ഷേ ഇവിടെ നിൽക്കുന്നില്ല, ഇതിന് അപ്പീൽ പോകും. സ്വാഭാവികമായിട്ട് ട്രംപ് അപ്പീൽ പോകും. അപ്പോൾ അവിടെ നിന്ന് കോർട്ട് എന്താണ് പറയുന്നത് നമുക്കറിയില്ല. അത് കഴിഞ്ഞാൽ വീണ്ടും സുപ്രീം കോർട്ടാണ്. ഇപ്പോൾ നിലവിലെ അവസ്ഥയിൽ ഇപ്പോൾ കോർട്ട് പറഞ്ഞിട്ടുള്ള മസാച്യുസെറ്റ്സ് കോർട്ട് എന്നുള്ള ഓർഡർ പറഞ്ഞിട്ടുള്ളത് ഈ H1B വിസയ്ക്ക് നിങ്ങൾ ഏർപ്പെടുത്തിയ ഫീസിന് ഫീസായിട്ട് കാണാൻ കഴിയില്ല. അത് ഫീസല്ല. കാരണം ഫീസ് എന്ന് പറയുന്നത് നിങ്ങൾ സർവീസ് വാങ്ങിയിട്ട് ആ സർവീസിന് കൊടുക്കുന്ന അതാണ്. അപ്പോൾ നിങ്ങൾ ആ ഓഫീസേഴ്സിന് വരുന്ന ചിലവ്, ഓഫീസേഴ്സ് അവിടെ വിസ പ്രോസസ്സിന് നടത്തുന്ന ചിലവുകൾ, ഇതൊക്കെ കണക്കാക്കിയിട്ട് ഇത്ര എമൗണ്ട് എന്ന് പറയും. ആ എമൗണ്ട് പറയുന്നത് ഇപ്പോൾ നിലവിൽ 2000 മുതൽ 3500, 5000 വരെ മാക്സിമം പോകുന്ന, അത് കമ്പനികളുടെ വലുപ്പം അനുസരിച്ച് വ്യത്യാസപ്പെടും. മാക്സിമം $5000 വരെ പോകുന്ന എമൗണ്ടാണ് ഫീസ്. പക്ഷെ ഇത് $1 lakh ആണ് ഫീസ് ഈടാക്കുന്നത്. അത് ഒരിക്കലും ന്യായീകരിക്കാൻ പറ്റാത്തൊരു തരത്തിലും മിസ്മാച്ച് ഉണ്ട്. ഇത് ഏത് തരത്തിലാണ് അത്രയും വലിപ്പം വ്യത്യാസമുണ്ട്. അപ്പോൾ അതിനെങ്ങനെയാണ് ഫീസ് എന്ന് വിളിക്കുന്നതെന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ ഇതൊരിക്കലും ഫീസല്ല. കാരണം നമുക്കും തന്നെ ലോജിക്കലി ആലോചിച്ചാൽ മനസ്സിലാവുന്നതാണ്, ഫീസ് എന്നുള്ള ഗണത്തിൽ നിയമപരമായിട്ട് പെടുത്താനുള്ള യാതൊരു വകുപ്പുമില്ല. കാരണം അത്ര എമൗണ്ടിനുള്ള സർവീസ് തിരിച്ചു കിട്ടുന്നില്ല. അപ്പോൾ ഇതിന് വേറെന്താണ് പേര് എന്ന് ചോദിച്ചാൽ ട്രംപ് ഭരണകൂടം ഇതിന് പേര് കൊടുക്കുന്നില്ല. ഇത് ഫീസ് എന്ന് തന്നെയാണ് അവർ പറയുന്നത്. അത് കോർട്ട് സമ്മതിക്കുന്നില്ല. അപ്പോൾ കോർട്ട് ഇതിനൊരു നമ്മൾ അന്താരാഷ്ട്ര തലത്തിൽ നിയമ വ്യവഹാരങ്ങൾ ഉപയോഗിക്കുന്ന ഒരു ഡോക്ടറിനുണ്ട്, സബ്സ്റ്റൻസ് ഓവർ ഫോം എന്ന് പറയുന്ന ഒരു ഡോക്ടർ. അത് US മാത്രമല്ല, നമ്മളിപ്പോൾ കേരളത്തിൽ ഇപ്പോൾ വീണ വിജയൻ്റെ കേസിൽ ഈ ഡോക്ടർ ആണ് ED മുമ്പോട്ട് വയ്ക്കുന്ന ഒരു സംഗതി. അതായത് നിങ്ങൾ കൊടുത്ത സർവീസിന് അതിന് ആനുപാതികമായിട്ടുള്ള തുക നിങ്ങൾക്ക് കിട്ടിയിരിക്കണം. ഞാൻ നിങ്ങൾക്ക് ഒരു സർവീസ് തരുന്നു, നിങ്ങൾ അതിനുള്ള ആനുപാതികമായിട്ടുള്ള തുക തിരിച്ചു വരുന്നു. ഇതാണ് നമ്മൾ അതിൻ്റെ കോർ. അതായത് ഫിനാൻഷ്യൽ ഇടപാടുകളുടെ ഒരു സ്വഭാവം ഇതായിരിക്കണം. അല്ലാതെ നമ്മൾ തമ്മിലൊരു കരാറുണ്ട് കുറേ പൈസ കൊടുക്കാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വാലിഡല്ല. അപ്പോൾ ED വാദിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ വീണയ്ക്ക് ഇത്തരം പൈസ കിട്ടിയിട്ടുണ്ട്, പക്ഷെ അതിനുള്ള സർവീസ് അങ്ങോട്ട് കൊടുത്തതിന് ഒരു തെളിവില്ല. അതാണ് ഈ ലീഗൽ ഡോക്ട്രിൻ പറയുന്നത്. അപ്പോൾ ഇതാണ് മുമ്പോട്ട് വയ്ക്കുന്നത്. അതുപോലെ തന്നെയാണ് ഇപ്പോൾ കോർട്ടിൽ അവിടെ US കോർട്ടിൽ വന്നിട്ടുള്ള US കോർട്ട് പറയുന്നത്, നിങ്ങൾ 5000 സർവീസ് കൊടുത്തിട്ട് $1 ലക്ഷം വാങ്ങുകയാണ് ചെയ്യുന്നത്. അതിനെ നിങ്ങൾ വിളിക്കുന്നു ഫീസെന്ന്. നിങ്ങൾ ഫീസെന്ന് വിളിച്ചോളൂ, പക്ഷേ കോടതി അതിന് നികുതി എന്നാണ് വിളിക്കുക. ഇതാണ് ഇപ്പോൾ വന്നുള്ള ട്രംപിന് മുമ്പിൽ വന്നിട്ടുള്ള പ്രതിസന്ധി. $1 lakh വാങ്ങിക്കാൻ അയാൾക്ക് കഴിയില്ല. കാരണം നികുതിയായിട്ട് വാങ്ങണമെങ്കിൽ അതിന് ചില
നമുക്കറിയാവുന്ന പോലെ കോൺഗ്രസിൻ്റെ അനുമതി വേണം, കോൺഗ്രസ്സിൽ അനുമതി വേണം. അപ്പോൾ കോൺഗ്രസ്സിൽ ഇത് ചർച്ച ചെയ്യാൻ അനുമതി എടുക്കുക ഒരു എക്സിക്യൂട്ടീവ് ഓർഡറിലൂടെ പുള്ളി അങ്ങോട്ട് ഇടുകയാണ്. താരിഫൊക്കെ പോലെ തന്നെ അങ്ങോട്ട് എറിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ഈ ഓർഡറിൻ്റെ ഭാഗമായിട്ട് വന്ന ഈ ഒരു എമൗണ്ടിനെ നികുതിയായിട്ടേ കോടതി കാണുന്നുള്ളൂ. ആ നികുതി എക്സിക്യൂട്ടീവ് ഓർഡറിലൂടെ നടപ്പാക്കാൻ കഴിയില്ല. ഇതാണ് ഇപ്പോഴത്തെ അവസ്ഥ. US കമ്പനികളെ നമുക്ക് എടുക്കാം. കമ്പനികളാരും ഇപ്പോൾ വിദേശികളെ നിയമിക്കാൻ തയ്യാറാകുന്നില്ല. ഇപ്പം മൈക്രോസോഫ്റ്റ് അല്ലെങ്കിൽ ആപ്പിൾ പോലുള്ള വൻകിട കമ്പനികൾ ചിലപ്പോൾ ഒരു 10 പേരെ എടുത്തെങ്കിലായി. ചെറുകിട കമ്പനികൾ ആരെയും നിയമിക്കുന്നില്ല. അതുപോലെ US ആരോഗ്യ മേഖലയിലും ആളുകളെ ഇപ്പം നിയമിക്കുന്നത് വളരെ കുറവാണ്. അതായത് വലിയ വലിയ ഹോസ്പിറ്റലിന് ഒരുപക്ഷെ എടുക്കാൻ സാധിക്കുമായിരിക്കും. പക്ഷേ ഈ ഗ്രാമങ്ങൾ അല്ലെങ്കിൽ ചെറിയ ചെറിയ ഹോസ്പിറ്റലുകളിൽ ഈ മെഡിക്കൽ പ്രൊഫഷണലുകളെ ആവശ്യമാണ്. അത് കൂടുതലും നമ്മളെ പോലുള്ള ഇന്ത്യയിൽ നിന്നുള്ളവർ അല്ലെങ്കിൽ മറ്റ് വിദേശ രാജ്യങ്ങളിൽ നിന്നുള്ളവരാണ് അവിടെ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഇത്തരം ഒരു നിയമം കൊണ്ടുവരുമ്പോൾ അവർക്ക് തന്നെയാണ് അത് തിരിച്ചടി. കാരണം ആരോഗ്യ വിദഗ്ധരില്ല അവിടെ. എന്തെങ്കിലും രോഗം വന്നു കഴിഞ്ഞാൽ പ്രതിസന്ധിയാകും. ഇക്കാര്യം കോർട്ട് തന്നെ ഓർഡറിൽ മുമ്പോട്ട് വെച്ചിട്ടുള്ള 2-3 കാര്യങ്ങളിൽ ഒരെണ്ണം ഇപ്പോൾ ഈ ടാക്സേഷൻ്റെ കാര്യം ടാക്സ് ആണെന്ന് പറഞ്ഞു. പിന്നെ ഒരെണ്ണം ഇതാണ് പ്രധാനമായിട്ട് പറയുന്നത്. കാരണം ആരോഗ്യരംഗത്തേക്ക് അതുപോലെ വിദ്യാഭ്യാസ രംഗം, ഉന്നത വിദ്യാഭ്യാസ രംഗത്തേക്ക് വലിയ വിദഗ്ധരെ സ്കിൽഡ് ആയിട്ടുള്ള ആളുകളെ ഈ US ഒക്കെ ഒരു സാമ്പത്തിക അടിത്തറയുടെ ബേസ് എന്ന് പറയുന്നത് അവരുടെ ഇൻ്റലക്ച്വൽ ബേസാണ്. അത് ലോകത്തിൽ എവിടെയുള്ള ഏറ്റവും ഉന്നതരായിട്ടുള്ള അക്കാഡമിഷ്യന്മാരെ അവർ പൈസ കൊടുത്ത് അങ്ങോട്ട് വരുത്തിക്കും. അവിടുത്തെ ഡോളേഴ്സിൽ അത്രയും വലിയ എമൗണ്ട് കിട്ടുമ്പോൾ സ്വാഭാവികമായിട്ട് ഇന്ത്യയിലൊക്കെയുള്ള എത്രയോ അക്കാഡമിഷ്യൻസ് അവിടെ ഉണ്ട്. നമുക്കറിയുന്ന എത്രയോ പേര് അവിടെ പോകുന്നുണ്ട്. അവിടെ പഠിക്കാനായിട്ട് പോകുന്നവരുണ്ട്. കാരണം അവിടെ അവർ കൊടുക്കുന്ന ഇൻഫ്രാസ്ട്രക്ചറും അവർ കൊടുക്കുന്ന അക്കാഡമിക് അന്തരീക്ഷവും അക്കാഡമിക് ക്വാളിറ്റിയും ഒന്നും നമുക്ക് ഇന്ത്യയിൽ സ്വപ്നം കാണാൻ പോലും പറ്റില്ല. അപ്പോൾ അതാണ് ശരിക്കും US അടിത്തറ എന്ന് പറയുന്നത്. നമ്മൾ കരുതുന്ന പോലെ ട്രംപ് കരുതുന്നത് മറ്റുള്ള രാജ്യങ്ങൾ പോയിട്ട് കുറേ കൊള്ളയടിച്ച് കൊണ്ടുവന്നാൽ രാജ്യം അങ്ങനെ വികസിതമായിട്ട് ദീർഘകാലം നിൽക്കുന്നുള്ളൊരു തോന്നലാണ് ട്രംപിനുള്ളത്. അത് ഇതിൻ്റെ ഒരു പാർട്ട് തന്നെയാണ്, അവരുടെ കൊളോണിയൽ രീതികളുടെ ഒരു പാർട്ട് തന്നെയാണ്. പക്ഷേ യഥാർത്ഥത്തിൽ അത് മാത്രമല്ല, അതിൻ്റെ കൂടെ ഇവർ ഇത്രയും കാലത്തിൻ്റെ ഇടയിൽ സ്വരൂപിച്ചിട്ടുള്ള ഈ ഇൻ്റലക്ച്വൽ ബേസ് ഉണ്ട്, അക്കാഡമിക് ബേസ് ഉണ്ട്. ഇതൊക്കെയാണ് ഒരു ടെക്നോളജിക്കലി ഏറ്റവും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു രാജ്യമായിട്ട് ഇന്ന് US നിലനിർത്തുന്നത്. ഇതിനൊക്കെ പാടെ തകർക്കുകയാണ് ചെയ്യുന്നത്. ഇതിലേക്കാണ് ഈ ആളുകളെ റിക്രൂട്ട് ചെയ്യുന്നത്. ഈ H-1B വിസയിലൂടെ ആളുകളെ റിക്രൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആപ്പിളിനാണെങ്കിലും മൈക്രോസോഫ്റ്റിനാണെങ്കിലും ലോകത്തിലെ ഏറ്റവും മികച്ച ആളുകളെ കിട്ടുന്നതിൻ്റെ കാരണം ഇതാണ്. കാരണം അവിടുത്തെ റിപ്പബ്ലിക്കന്മാർ കരുതുന്ന പോലെ അവിടുത്തെ ഈ മറ്റേ റിപ്പബ്ലിക്കൻസിന് വോട്ട് ചെയ്ത മറ്റേ നാട്ടുമ്പുറത്തെ കുറേ ആൾക്കാർ അവരെ വെച്ചിട്ടൊന്നും ഒരു രാജ്യത്തിനെ റൺ ചെയ്യിക്കാനൊന്നും പറ്റില്ല. അവർക്ക് അതിന്ന് എന്താണെന്നറിയില്ല. അത്രയും അവരാലോചിക്കുന്ന രീതി തന്നെ വളരെ സ്റ്റുപ്പിഡായിട്ടുള്ള രീതിയാണ് ട്രംപ് ആലോചിക്കുന്നത്. അപ്പോൾ ഇത് അവർക്ക് തന്നെയാണ്, നേരത്തെ കൃപ പറഞ്ഞ പോലെ അവർക്ക് തന്നെയാണ് വലിയ തിരിച്ചടി. അവരുടെ സ്വന്തം അടിത്തറ മാന്തുന്ന ഒരു പദ്ധതിയാണത്. പക്ഷേ സന്ദീപേട്ട, ട്രംപ് ഒരു നല്ല ബിസിനസ്മാനാണ്. അപ്പോൾ എന്തെങ്കിലും ലക്ഷ്യമില്ലാതെ ട്രംപ് ഇത്തരം ബിസിനസ് പരമായിട്ടുള്ള ആലോചന അയാൾക്ക് ബുദ്ധിയില്ലാത്ത ആളാന്നല്ല പറയുന്നത്. പക്ഷെ അയാൾക്ക് ദീർഘദൃഷ്ടി വളരെ കുറവാണെന്ന് നമുക്ക് പറയേണ്ടി വരും. ഇത് ഉണ്ടാക്കുന്നത് ദീർഘകാലാടിസ്ഥാനത്തിൽ ഇത് ഉണ്ടാക്കുന്ന പ്രശ്നങ്ങൾ എന്താണെന്ന് അങ്ങേര് കാണുന്നില്ല. അങ്ങേര് ഇപ്പോഴത്തെ സർവൈവലാണ് നോക്കുന്നത്. അപ്പോൾ അയാളൊന്നും കാണുന്നില്ല നമുക്ക് പറയാൻ കഴിയില്ല. പക്ഷേ ദീർഘകാലത്തേക്ക് അവർക്കിത് ഗുണം ചെയ്യില്ല. വേറൊരു കാര്യം നമുക്ക് നോക്കാം. കാരണം ഈ H-1B വിസക്കാരെ നിയമിക്കുന്നത് മാത്രമല്ല, വിദ്യാർത്ഥികൾക്കും ട്രംപ് തിരിച്ചടി നൽകിയിട്ടുണ്ട്. അതായത് ഈ STEM മേഖലയിൽ പഠിച്ചിറങ്ങുന്ന വിദ്യാർത്ഥികൾക്ക് OPT എന്ന് പറഞ്ഞിട്ടൊരെണ്ണമുണ്ട്. അതായത് ഓപ്ഷണൽ പ്രാക്ടിക്കൽ ട്രെയിനിങ് പ്രോഗ്രാം. അത് ട്രംപ് നിർത്തലാക്കാനുള്ള ശ്രമങ്ങൾ നടത്തുന്നുണ്ട്. അതായത് അവിടെ ജോലി ചെയ്യാൻ അനുവദിക്കുന്ന പ്രോഗ്രാമാണ് 1 വർഷത്തോളം. അപ്പൊ ട്രംപ് പറയുന്നത് ഇത് മികച്ച US പൗരന്മാരുടെ അവസരങ്ങൾ നിഷേധിക്കുകയാണ്. ഈ പഠിച്ചിറങ്ങുന്ന പിള്ളേരാരും നാട്ടിൽ പോകുന്നില്ല, ഇവിടെ തന്നെ നിൽക്കുകയാണ് എന്നാണ് പറയുന്നത്. കുടിയേറ്റം കുറയ്ക്കുക, അത് തന്നെയാണ് ട്രംപിന്റെ ലക്ഷ്യം. അപ്പോൾ ഇതിലിപ്പോൾ ഈ ഒരു വിഷയത്തിൽ വന്നിട്ടുള്ള 2 കോർട്ട് ഓർഡറാണ്. ഒന്ന് 2025 വന്നിട്ടുള്ള കൊളംബിയ ഡിസ്ട്രിക്ട് കോർട്ടിൽ നിന്ന് വന്നിട്ടുള്ള ഓർഡർ. അതുപോലെ ഇപ്പോൾ വന്ന ഏറ്റവും പുതുതായിട്ട് വന്ന മസാച്യുസെറ്റ്സ് കോർട്ടിൻ്റെ ഓർഡർ. അപ്പോൾ ഇതിന് മുകളിൽ ഇനിയൊരു അപ്പീൽ കോടതിയുണ്ട്, അതിന് മുകളിൽ സുപ്രീം കോടതിയുണ്ട്. അപ്പോൾ ഈ ഓർഡറുകൾ അതിൽ ഫസ്റ്റത്തെ ഓർഡർ ട്രംപിന് അനുകൂലമായിരുന്നു. ട്രംപ് പറയുന്ന കാര്യങ്ങൾ അംഗീകരിച്ചു. ഇത് ഫീസാണെന്നുള്ളത്
അംഗീകരിച്ചു, മറ്റു വാദങ്ങളൊക്കെ അംഗീകരിച്ചിട്ട് കോർട്ട് ഓർഡർ ഇറക്കി. അതിനെതിരെ ആണ് വീണ്ടും ഈ കോർട്ട് ഓർഡർ ഏറ്റവും പുതിയ ഓർഡർ ഇപ്പം കഴിഞ്ഞ ദിവസം വന്നത്. അതിലാണ് ട്രംപിൻ്റേത് നികുതി ആണ്, അത് ഫീസായിട്ട് കണക്കാക്കാൻ പറ്റില്ല എന്ന് പറയുന്നത്. അപ്പോൾ ഇത് ഇപ്പം താൽക്കാലികമായിട്ടെങ്കിലും ഒരു ശമനമാണെന്ന് കാണാൻ കഴിയും. എന്താണ് താൽക്കാലികമായിട്ട് ഇത് ശമനം ഉണ്ടാക്കിയെന്ന് പറയാൻ പറ്റില്ല. കാരണം വൈറ്റ് ഹൗസ് വ്യക്തമാക്കിയേക്കുന്നത് ഇതിന് മേലെ അപ്പീൽ കോടതിയിൽ പോകുമെന്നാണ്. ഇപ്പം ട്രംപ് പറഞ്ഞിരിക്കുന്നതെന്ന് പറഞ്ഞാൽ ജഡ്ജിമാരുടെ ഇത്തരം നടപടികൾ രാജ്യത്തെ ദ്രോഹിക്കുന്നതിന് തുല്യമാണെന്നാണ്. മാധ്യമങ്ങളോട് ട്രംപ് ജഡ്ജിമാരെ രൂക്ഷമായി തന്നെയാണ് വിമർശിച്ചിട്ടുള്ളത്. അപ്പോൾ എനിക്ക് തോന്നുന്നു ട്രംപ് ഇതിൻ്റെ മേലെ അപ്പീൽ കോടതിയിൽ പോകും, ഇതിനൊരു സ്റ്റേ മേടിക്കും, പിന്നെ ആ കേസ് ഇങ്ങനെ മുന്നോട്ട് പോവുകയാണ്. അപ്പം ഇതിനൊരു ആശ്വാസം എന്ന് പറയാൻ പറ്റില്ല. കോടതി വിധി വന്നു, അടുത്ത സ്റ്റെപ്പ് അവർ നോക്കുകയും ചെയ്യും. അപ്പം വീണ്ടും ഇവർ ഈ ഫീസ് അടയ്ക്കേണ്ടി വരുന്നത് തന്നെയാണ്. പക്ഷെ എത്രമാത്രം US കമ്പനികൾ ഇത്ര ഫീസ് കൊടുത്ത ആൾക്കാരെ എടുക്കും എന്നുള്ള സംശയമാണ്. അതൊരിക്കലും സാധ്യമല്ല എന്നുള്ളത് തെളിയിക്കപ്പെട്ടു കഴിഞ്ഞു. ഇപ്പൊ 85 കമ്പനീസ് മാത്രമാണ് വന്നത് പറയുന്നത് അല്ലേ, 85 കമ്പനീസ്. ഇത് വലിയ പ്രതിസന്ധി തന്നെയാണ്. കാരണം US ഇമിഗ്രേഷൻ സർവീസസിനെ സംബന്ധിച്ച് ഇതിപ്പോൾ 2 കോർട്ട് ഓർഡറാണ് നിൽക്കുന്നത്. കൺഫ്യൂഷനാണ്. ഇത് പല സ്റ്റേറ്റുകളായിട്ടുള്ള പലതരത്തിൽ പ്രശ്നങ്ങൾ കിടക്കുകയാണ്. അപ്പോൾ ഇതെങ്ങോട്ട് മുമ്പോട്ട് പോകണം, ഇനി എന്ത് പോകണം, ഈ കൺഫ്യൂഷനിൽ നിൽക്കും. ഇനിയിപ്പോൾ ഫസ്റ്റ് സർക്യൂട്ട് കോർട്ടിലേക്കാണ് ഇനി അടുത്തായിട്ട് പോകാനുള്ളത്. അവിടെ എന്ത് തീരുമാനം വരുന്നു എന്നുള്ള വെയിറ്റ് ചെയ്യുന്ന വേണ്ടി വരും. അപ്പം നമുക്കിപ്പോൾ താൽക്കാലിക ആശ്വാസം എന്ന് പറയുമ്പോഴും ഈ ഒരു പ്രശ്നം കിടക്കുന്നുണ്ട്. ഇനി അടുത്ത കോർട്ടിലേക്ക് പോകും. അത് കഴിഞ്ഞ് സുപ്രീം കോർട്ടാണ് ഇതിലിപ്പോൾ ഏറ്റവും ഒടുവിൽ നിലപാടെടുക്കേണ്ടി വരിക. കാരണം ഇതൊരു കോൺസ്റ്റിറ്റ്യൂഷണൽ ഇഷ്യൂ ആണ്. ഇവർക്ക് ഇത് കോൺഗ്രസ് ആണോ ഇത് ചെയ്യേണ്ടത്, കോൺഗ്രസിൻ്റെ മേൽനോട്ടമല്ലാതെ ഇങ്ങനത്തെ ഒരു ഹെവി ഫീസ് ഈടാക്കാൻ പറ്റുമോ എന്നുള്ള ക്വസ്റ്റ്യൻസൊക്കെ. അപ്പോൾ ഈ ഒരു വിഷയത്തിൽ ഇപ്പോൾ കഴിഞ്ഞ നമുക്ക് ഒരു അനുകൂലമായിട്ടുള്ള ഘടകം എന്ന് പറയണത് 2026 ഫെബ്രുവരിയിൽ വന്നിട്ടുള്ള ഒരു താരിഫ് മറ്റേ കോർട്ട് ഓർഡർ ഉണ്ട്, സുപ്രീം കോർട്ട് ഓർഡർ. അപ്പോൾ താരിഫ് വിഷയത്തിൽ സുപ്രീം കോർട്ട് പറഞ്ഞത് ഇത്രയും ഹെവി താരിഫ് നിങ്ങൾക്ക് ഈടാക്കണമെങ്കിൽ അതിന് കോൺഗ്രസിൻ്റെ അനുമതി വേണം, നിങ്ങൾക്കത് എക്സിക്യൂട്ടീവ് ഓർഡറായിട്ടൊന്നും നടപ്പാക്കാൻ പറ്റില്ല. അങ്ങനെയാണ് ട്രംപിനെ ആ കാര്യത്തിൽ തടഞ്ഞത്. അപ്പോൾ ഒരു എക്സിക്യൂട്ടീവ് ഓർഡറിൻ്റെ ബലത്തിൽ ഇങ്ങനെ ഹെവി ഫീസുകൾ ഈടാക്കാൻ പറ്റില്ല എന്നുള്ള ഒരു സുപ്രീം കോർട്ട് പ്രസിഡൻസ് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ സുപ്രീം കോർട്ടിൻ്റെ ഈ വെർഡിക്റ്റ് വന്നത് 2025 ട്രംപിന് അനുകൂലമായിട്ടുള്ള ഈ വിഷയത്തിലെ ഓർഡർ വന്നതിന് ശേഷമാണ്. അതായത് ഇപ്പോൾ പുതിയതായിട്ടുള്ള ഒരു സുപ്രീം കോർട്ട് പ്രസിഡൻസ് കൂടെ വെച്ചിട്ടാണ് മസാച്യുസെറ്റ്സ് കോർട്ട് ഈ വിഷയത്തിൽ ട്രംപിനെതിരായിട്ടുള്ള വിധി പുറപ്പെടുവിച്ചിട്ടുള്ളത്. അപ്പോൾ കുറച്ചൊരു അനുകൂലമാണ് സ്ഥിതി എന്ന് നമുക്ക് കാണാം. പിന്നെ സുപ്രീം കോർട്ടിൽ ചെല്ലുമ്പോഴും സുപ്രീം കോർട്ട് തന്നെ ഈ വെർഡിക്റ്റ് ഉണ്ട്. അപ്പോൾ ഇത്രയും വലിയൊരു ഫീസ്, ആ ഫീസിന് നിങ്ങൾക്ക് ഫീസ് എന്ന് പേരിടണമെങ്കിൽ സർവീസ് കൊടുക്കുന്നില്ല. അപ്പോൾ അതിലൊരു നിയമപരമായിട്ടുള്ള പ്രശ്നം കിടക്കുന്നുണ്ട്. അതിന് നിങ്ങൾ എന്ത് പേരിടും? അപ്പോൾ ട്രംപ് പറയുന്നത് ഞങ്ങളൊരു ബാരിയർ വെക്കുകയാണ്, വെറുതെ ആളുകളൊന്നും കയറി വരും. അങ്ങനെ ബാരിയർ വെക്കാൻ അതിന് നിയമപരമായിട്ടുള്ളൊരു ഇത് വേണ്ടേ, ഒരു ബേസ് വേണ്ടേ, അതും കാണാനില്ല. അപ്പോൾ ഇതിൽ സുപ്രീം കോർട്ട് വരെ നമ്മൾക്ക് എന്താ പറയുക, പ്രതീക്ഷയോടെ ഇരിക്കാനുള്ള ചില എലമെൻറ്റ്സ് ഇതിലുണ്ടെന്ന് പറയാം. നമുക്ക് അറിയില്ല എന്തായിരിക്കും സുപ്രീം കോർട്ട് ഏത് തരത്തിലായിരിക്കും ഇതിന് കാണുന്നത്. അപ്പോൾ വരും ദിവസങ്ങളിൽ ട്രംപും കോടതികളും തമ്മിലുള്ള ഒരു യുദ്ധം തന്നെ നമുക്ക് കാണാൻ സാധിക്കും. അതനുസരിച്ചിട്ട് വളരെ ആകാംക്ഷയോട് കൂടിയിട്ട് തന്നെ നമ്മൾ മലയാളികളടക്കമുള്ള ഇന്ത്യക്കാർ കാത്തിരിക്കും.